जन जन मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा। तव शुभ नामे व्याहे तव शुभ आशीष मांगे आहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। ഗംഭീരമായ നമസ്കാരം. 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷമാണ് നമ്മളിന്ന് രാജ്യമെമ്പാടും ആഘോഷിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള അതിന് നേതൃത്വം വഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ നമ്മൾ ഈ സമയം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ജീവൻ വരെ ബലി കൊടുത്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ വീര സേനാനികൾക്കും അവരുടെ നമ്മൾ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷം വളരെ ഭംഗിയായി എല്ലാവർക്കും നടത്തുവാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസരത്തിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഇന്ന് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഐതിഹാസികമായിട്ടുള്ള സമരങ്ങളിലൂടെ സമരങ്ങളിലൂടെ നമ്മുടെ പിതാമഹന്മാർ നേടുന്ന സ്വാതന്ത്ര്യം അചഞ്ചലമായി വളരെ വളരെ അർത്ഥവത്തായി നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി ഇരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കേണ്ട സമയമാണ്. നമ്മുടെ പുതിയ തലമുറ നമ്മുടെ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരു തലമുറയാണ്. നമ്മുടെ ത്യാഗസുലഭമായിട്ടുള്ള എത്രയോ മഹത്തുക്കൾ അവരുടെ ജീവൻ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അപ്പോൾ ഈ നിമിഷം നമ്മൾ അവരെല്ലാം നന്ദിയോടുകൂടെ അനുസരിച്ച് നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം, ആരെയും വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് നമ്മുടെ അഭിപ്രായം വ്യക്തിത്വം പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു കാലത്ത് അങ്ങനെ പേടിച്ച് മാത്രം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിനും സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സകല അർത്ഥത്തിലും സ്വതന്ത്രമായിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ എല്ലാം ഉണ്ടായി. നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് ഇങ്ങനെ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നമ്മുടെ രാജ്യം, മാതൃരാജ്യം, ജന്മനാട് അല്ലെങ്കിൽ ഭാരതാംബ, അതിനെ ഒരു കൺസെപ്റ്റായിട്ട് കണ്ട് നമ്മുടേതാണെന്ന് ധരിച്ച് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളില്ല. അതല്ല, മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേ ഇല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കും. അവിടെ വിഘടനവാദവും വിഭജനവാദവും എല്ലാം നമ്മുടെ ബോധങ്ങളെല്ലാം അപ്പുറത്ത് രാജ്യം നമ്മുടെ ജന്മം, അതാണ് വേണ്ടിയത്. അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ. ജയ് ഹിന്ദ്.